ശ്രീലങ്ക ആവേശപ്പോരിൽ ഇന്ത്യ വിജയം കൈവരിച്ചിരിക്കുന്നു. ഏഷ്യ കപ്പ് ഫൈനൽ ഉറപ്പിച്ച ഇന്ത്യയും ടൂർണമെന്റിൽ നിന്നും പുറത്തായ ലങ്കയും തമ്മിൽ ഏറ്റുമുട്ടിയ അപ്രസക്തമായ മത്സരം ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകിയത് ത്രില്ലർ പോര്. ഈ ഏഷ്യ കപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 202 റൺസ് ഉയർത്തിയ ഇന്ത്യക്കെതിരെ ലങ്ക നടത്തിയത് തീപാറും പോരാട്ടം. സൂപ്പർ ഓവറിൽ വെറും 2 റൺസ് എടുക്കാൻ മാത്രമാണ് ലങ്കയ്ക്ക് സാധിച്ചത്. ഇത് ആദ്യ പന്തിൽ തന്നെ മറികടക്കാൻ ഇന്ത്യക്കായി. മത്സരത്തിൽ ഇന്ത്യ ജയിച്ചതിന് ശേഷം ഒരുപാട് ട്രോളുകളാണ് ശ്രീലങ്കൻ ഓൾറൗണ്ടർ ദസുൻ ഷനഗയ്ക്ക് നേരിടേണ്ടി വരുന്നത്. മത്സരത്തിൽ 6ാമനായി ക്രീസിലെത്തിയ ഷനഗ 11 പന്തിൽ നിന്നും 2 4ഉം 1 6ഉം അടക്കം 22 റൺസ് നേടിയിരുന്നു. സൂപ്പർ ഓവറിലും താരം ബാറ്റിംഗിനെത്തി. എന്നാൽ 3 പന്ത് കളിച്ച് റൺസ് ഒന്നും എടുക്കാതെ മടങ്ങി. സൂപ്പർ ഓവറിലെ താരത്തിന്റെ പ്രകടനത്തിന് ട്രോൾ ലഭിക്കുന്നുണ്ടെങ്കിലും അതിലുമേറെ ട്രോളുകൾ കിട്ടുന്നത് മത്സരത്തിലെ അവസാന പന്തിൽ കാണിച്ച മണ്ടത്തരത്തിനാണ്. മത്സരത്തിന്റെ അവസാന ഓവറിൽ ലങ്കയ്ക്ക് ജയിക്കാൻ 12 റൺസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. ഓവറിലെ ആദ്യ പന്തിൽ സെഞ്ചുറി നേടിയ നിസംഗ പുറത്തായി. എന്നാൽ ഷനഗ സ്കോർ കണ്ടെത്തിയതോടെ അവസാന പന്തിൽ വിജയലക്ഷ്യം 3 റൺസായി കുറഞ്ഞു. അവസാന പന്തിൽ ഡീപ് മിഡ് വിക്കറ്റിനും ലോങ് ഓണിനുമിടയിൽ പന്ത് തട്ടിയ ഷനഗ ആദ്യ 2 റൺ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി. എന്നാൽ പന്ത് കയ്യിലെടുത്ത ഇന്ത്യൻ അക്സർ പട്ടേലിന് മിസ്ഫീൽഡ് സംഭവിച്ചിരുന്നു. ഇത് ശ്രദ്ധിക്കാതെ 2ാം റൺ പൂർത്തിയാക്കിയ ഷനഗ സ്ട്രൈക്കർ എൻഡിൽ ഡൈവ് ചെയ്യുകയായിരുന്നു. നോൺ സ്ട്രൈക്കർ എൻഡിൽ ഉണ്ടായിരുന്ന ജനിത് 3ാം റണ്ണിനായി വിളിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഡൈവ് ചെയ്ത ഷനഗയ്ക്ക് മിസ്ഫീൽഡിനെ പറ്റി അറിയുന്നില്ല. ഇതിനെതിരെയാണ് താരത്തിന് ട്രോൾ ലഭിക്കുന്നത്. തീരെ ഗെയിം അവയർനെസ് ഇല്ലാത്ത പ്രവൃത്തിയാണ് അദ്ദേഹം നടത്തിയതെന്നും 1 റൺ തീർച്ചയായും ഓടാമെന്നും ആരാധകർ കുറിക്കുന്നു. 7 ബൗണ്ടറിയും 6 സിക്സറും അടക്കമായിരുന്നു നിസാങ്കയുടെ സെഞ്ചുറി. അവസാന ഓവറുകളിൽ ഇന്ത്യ താളം വീണ്ടെടുത്തതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. സൂപ്പർ ഓവറിൽ ഇന്ത്യക്കായി അർഷ്ദീപ് ഉജ്ജ്വലമായി പന്തെറിഞ്ഞതോടെ ലങ്കയ്ക്ക് കുറിക്കാനായത് 2 റൺസ് മാത്രം. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ആദ്യ പന്തിൽ ലക്ഷ്യം മറികടന്നു. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്കായി അഭിഷേക് ശർമ്മ പതിവ് രീതിയിൽ അടിച്ചു തുടങ്ങി. ശുഭ്മാൻ ഗിൽ 4, സൂര്യകുമാർ യാദവ് 12 എന്നിവരെ വേഗത്തിൽ നഷ്ടമായെങ്കിലും ഒരറ്റത്ത് അഭിഷേക് അടി തുടർന്നു. പിന്നാലെ എത്തിയ തിലക് വർമ്മ 34 പന്തിൽ 49 റൺസും സഞ്ജു സാംസൺ 23 പന്തിൽ 39 റൺസും എടുത്തു. 1 ബൗണ്ടറിയും 3 സിക്സറും അടക്കമായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. പോയ മത്സരത്തിൽ ബാറ്റിംഗിന് അവസരം കിട്ടാത്ത സഞ്ജു കിട്ടിയ അവസരം കൃത്യമായി മുതലെടുത്തു. ശ്രീലങ്ക ജയിക്കേണ്ട കളി ഈ മണ്ടത്തരം കാരണമാണ് തോറ്റതെന്നും ആരാധകർ കുറിക്കുന്നു. ഇത് പോരാനിട്ട് സൂപ്പർ ഓവറിലും 3 പന്ത് വെറുതെ കളഞ്ഞെന്ന് പറഞ്ഞ് ആരാധകർ വിമർശിച്ചു. ആ പന്തിൽ 3ാം റണ്ണിനായി ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ശ്രീലങ്കയ്ക്ക് ഓടിയെത്താമായിരുന്നു എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്.